അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മിലേക്ക് നാളത്തെ അസ്തമാനത്തോടെ നാളെ മഗ്‌രിബ് വാങ്ക് കൊടുത്താൽ കേറി വരുന്നത് പരിശുദ്ധമായ പ്രഗൽഭമായ തുല്യതയില്ലാത്ത റജബ് 27-ാം രാവാണ്. നമ്മുടെ ലൈഫ് ടൈം മുഴുവനും ലാഭമാക്കിയെടുക്കാം. ഒറ്റ രാവ് ഒരു ദിവസം നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ അതിന് ഏറ്റവും പറ്റിയ ദിവസമാണ് നാളത്തെ മഗ്‌രിബോട് കയറി വരുന്ന റജബ് 27-ന്റെ രാവ് എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഏറ്റവും അത്ഭുതകരമായ ഒരു ചരിത്രം അരങ്ങേറിയ ഒരു സംഭവം അരങ്ങേറിയ അടയാളപ്പെടുത്തിയ ദിവസമാണ് റജബ് 27-ാം രാവ് അല്ലെങ്കിൽ 27-ാം ദിവസം എന്ന് പറയുന്നത്. ഇവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 1,23,999 നബിമാർക്കും അല്ലാഹു കൊടുക്കാത്ത വലിയൊരു ഗിഫ്റ്റ് കൊടുത്തു. അതെന്താ? അല്ലാഹു സുബ്ഹാനഹു തആലയെ ഈ ലോകത്തുനിന്ന് വഫാത്തായി മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലാഹുവിനെ ഡയറക്റ്റ് കണ്ടു, സംസാരിച്ചു, സമ്മാനം കൊടുത്തു, ഏറ്റുവാങ്ങി റാഹത്തായിട്ട് ഭൂമിയിൽ വന്നു, നമുക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പൊ അള്ളാഹുവിന് ഒരു അബ്ദു മഹ്മൂദിനെ ഹിജാബില്ലാതെ മറയില്ലാതെ ഈ ലോക ജീവിതത്തിൽ ലൈഫിൽ വെച്ച് തന്നെ നേരിട്ട് കണ്ട അത്ഭുത സംഭവം. അതാണ് ഇസ്രാ മിഅ്റാജിന്റെ സംഭവങ്ങൾ പറയുന്നത്. ചരിത്രം വിശാലമാണ്, മണിക്കൂറുകളോളം ദിവസങ്ങളോളം പറയേണ്ട ചരിത്രമാണ്. ഞാനതിന്റെ ഡെഫിനിഷൻ മാത്രം ഒന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ സ്വല്ലല്ലാഹു വസ്സലാം ബുറാഖ് എന്ന വാഹനം കൊണ്ടുവന്ന്, സ്വർഗ്ഗത്തിലെ വാഹനം കൊണ്ടുവന്നിട്ട് അതിൽ കയറ്റിയിരുത്തിയിട്ട് ബഹുമാനത്തോടെ ആദരവോടെ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സ, ഫലസ്തീന പള്ളിയുണ്ടല്ലോ, ബൈത്തുൽ മുഖദ്ദസ്, അങ്ങോട്ട് യാത്ര കൊണ്ടുപോയി. ആ യാത്രക്ക് ഇസ്രാ എന്ന് പറയും. ഖുർആൻ നസായി പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ യാത്രയെക്കുറിച്ച്. ഒരു സൂറത്തിന്റെ പേര് തന്നെ ഈ യാത്ര, റജബ് 27-ന് പുണ്യനബി പോയ യാത്രയെക്കുറിച്ച് ഒരു അധ്യായം. അതാണ് സൂറത്തുൽ ഇസ്രാ എന്ന് പറയുന്നത്. ഒരാൾ ഇസ്രായിന്റെ യാത്ര നിഷേധിച്ചാൽ ആ സെക്കൻഡിൽ കഫറോ. അത്രയേറെ ഖുർആന്റെ നസ്വാണ് ആ യാത്രയുള്ളത്. അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 7 ആകാശങ്ങളും കൊണ്ടുപോയി അത് കടത്തി സിദറത്തുൽ മുന്തഹ, അർശും കുർസും എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അത്ഭുത ലോകങ്ങൾ, സ്വർഗ നരകങ്ങളെല്ലാം കണ്ടു. അതൊക്കെ മിനിറ്റുകൾ കൊണ്ടാണ്, കേവലം എണ്ണപ്പെട്ട നിസ്സാരമായ സമയം കൊണ്ടാണ്. എന്നിട്ട് നബിതങ്ങൾ കിടന്ന ആ വിരിപ്പിൽ ചൂടുമാറുന്നതിന് മുമ്പ് നബിതങ്ങൾ റിട്ടേൺ വന്നു, ഇവിടെ കൊണ്ടുവന്നാക്കി. ആ സംഭവത്തിനാണ് മിഅ്റാജ് എന്ന് പറയാം. ബൈത്തുൽ മുഖദ്ദസിൽ അല്ലാഹുവിനെ കണ്ടിട്ട് തിരിച്ചു വന്ന യാത്ര, അതിന് മിഅ്റാജ് എന്ന് പറയും. ഈ യാത്ര, ഈ അത്ഭുത യാത്ര ഒരു അമ്പിയാരോഗ്യം അവകാശപ്പെടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ പ്രിയപ്പെട്ടവരെ 34 തവണ മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ അത്ഭുതം, സ്വർഗം കാണാ, പോയി കാണാ, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം സ്വപ്നത്തിലാണ്, മനാമിലാണ്. ഈ 34 ഒന്ന് മാത്രമാണ് അത് യഥാർത്ഥ ഫിസിക്കലി നടന്നത്. നബിതങ്ങളുടെ റൂഹും നബിതങ്ങളുടെ ശരീരവും, ജസദ് മുബാറക്കായ ശരീരവും ഒരുമിച്ച് കൂടി സാധാരണ നമ്മൾ പച്ചയായ മനുഷ്യൻ പോകുന്നത് പോലെ അത് ഒറ്റവട്ടേ ഉണ്ടായിട്ടുള്ളൂ. ആ സംഭവമാണ് നമ്മൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ തന്നെ. അത് അരങ്ങേറിയത് പരിശുദ്ധമായ റജബ് 27-ാം രാവിലാണ്. അതുകൊണ്ട് തന്നെ ആ രാവ് ഏറ്റവും പ്രഗൽഭമാണ്. ഒരു വർഷത്തിലെ 15 രാവുകൾ, രാത്രികൾ പ്രത്യേകം ഇബാദത്ത് കൊണ്ട് ധന്യമാക്കൽ സുന്നത്താണെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രാവാണ് ഏത്? റജബ് 27-ന്റെ കേറി വരാൻ പോകുന്ന നാളെ മഗ്‌രിബോട് കേറി വരുന്ന രാത്രി. ഒരു വർഷത്തിൽ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട രാവുകളിൽ മഹാന്മാർ എണ്ണിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഒരുപാട് പ്രത്യേകതകളുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരം ഫറളാക്കിയ രാവാണ്. നോമ്പും ഹജ്ജും സക്കാത്തും സ്വതക്കയും എല്ലാ കാര്യങ്ങളും അല്ലാഹു ഭൂമിയിൽ പഠിപ്പിച്ചു കൊടുത്തു, വഹി കൊണ്ടുവന്നു. നിസ്കാരം പഠിപ്പിക്കാൻ നബിതങ്ങളെ ആകാശലോകത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ വിളിച്ചു, അള്ളാഹുവിന്റെ ചാരത്ത് വിളിച്ചു കൊണ്ടുപോയി സമ്മാനം കൊടുത്ത ഏറ്റവും പ്രഗൽഭമായ ഇബാദത്താണ് നിസ്കാരം. അത് ഈ റജബ് 27 രാവിന്റെ ഏറ്റവും പ്രഗൽഭമായ സമ്മാനമാണ്. ഒരുപാട് പ്രത്യേകതകൾ ഈ പരിശുദ്ധമായ രാവിലുണ്ട്. ഈ രാവിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെറുതെ അങ്ങനെ ചരിത്രം ഇങ്ങനെ കേട്ടുപോയിട്ട് കാര്യമില്ല. ചരിത്രമ്പാട് നമ്മൾ കേട്ടവരാണ്, പലതും നമുക്കറിയാം. പക്ഷെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ എന്താ ഉള്ളത് ആ രാവിൽ? ഇപ്പൊ നാളെ മഗ്‌രിബോടെ കയറി വരുന്ന രാവിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതൊന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, നിസ്കാരം ഫർളായ രാവാണ് ഏത്? പരിശുദ്ധമായ റജബ് 27-ാം രാവ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ കാര്യം ഏറ്റവും ഗൗരവത്തിലൂടെ നമ്മൾ കാണാം. ബാക്കിയുള്ള ദിവസം വേണ്ടെന്നല്ല, ഇത് നിസ്കാരത്തിന്റെ വാർഷിക ദിവസമാണ്, ഫറളായ വർഷം തികയുന്ന ദിവസമാണ്. അതുകൊണ്ട് നിസ്കാരത്തിന് ജമാഅത്ത് വേണം. സഹോദരിമാരും നിസ്കാരം പറ്റുന്ന സഹോദരിമാരൊക്കെ ജമാഅത്തായിട്ട് ഭർത്താവിനെയോ മക്കളെയോ ഉമ്മയെയോ ചേർത്ത് വെച്ചിട്ട് ഒരാളെങ്കിലും കൂടെ കൂട്ടിയിട്ട് ജമാഅത്തായി നിസ്കരിക്കണം. എന്താ ഗുണമെന്നറിയോ? ഒരു രാത്രി ഉറങ്ങാതെ ഇബാദത്ത് ചെയ്ത് കൂലിയിട്ടും മഗ്‌രിബ് നിസ്കാരവും ഇശാ നിസ്കാരവും സുബ്ഹി നിസ്കാരവും ജമാഅത്തായി നിസ്കരിച്ചാൽ, പ്രത്യേകിച്ച് അമൽ ചെയ്യൽ
സുന്നത്തുള്ള രാവാണല്ലോ. അപ്പൊ ഈ രാവിൽ ഉറങ്ങാതെ അമൽ ചെയ്ത കൂലി 100 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയിട്ടോത്രേ. ഈ നാളെ വരുന്ന രാവിനെ റജബ് 27 രാവിനെ ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ അന്നനെയും റിവായത്തുകൾ കാണുന്നുണ്ട്. ഒരുപാട് പോലീശ കിട്ടും നാളത്തെ രാവ്. അപ്പൊ നിസ്കാരം ജമാഅത്താകാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തൊരു കാര്യം, നമ്മൾ റജബ് 27 രാവിൽ കഴിയുന്നിടത്തോളം ദിക്ർ സ്വലാത്ത് ദുആയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ ആ ഒരുക്കത്തിൽ തീർച്ചയായും വുളൂ നമുക്ക് നിർബന്ധമാണ്. വുളൂ ഉണ്ടാകണം. എന്താ വുളൂ ഉണ്ടായാലുള്ള ഗുണം? ഇപ്പൊ പിരീഡ് സമയങ്ങളിൽ, അശുദ്ധിയുടെ സമയങ്ങളിൽ ഉമ്മമാർക്ക് വുളൂ എടുക്കാൻ പറ്റൂല. അവർക്ക് മറ്റു ദിക്കറുകൾ ഉപയോഗപ്പെടുത്താം. അവർ സാധാരണ വുളൂ എടുത്ത് കിടക്കുന്നവരാണെങ്കിൽ അശുദ്ധിയുടെ സമയത്ത് വുളൂ എടുക്കാൻ പാടില്ലെങ്കിലും വുളൂവിന്റെ കൂലി കിട്ടും, നഷ്ടപ്പെടൂല. അല്ലാഹു തരട്ടെ, ആമീൻ. ഇവിടെ വുളൂയോടുകൂടെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയുള്ളവരൊക്കെ എന്തുകൊണ്ട് വുളൂയോടുകൂടെ കിടന്നാൽ അവർ അല്ലാഹുവിന്റെ മുന്നിൽ കിടക്കുന്നവരല്ല, ഉറങ്ങുന്നവരല്ല, പിന്നെ നിസ്കാരക്കാരാണ്. അപ്പൊ ഈ രാത്രി നിസ്കാരക്കാരുടെ കൂടി കിട്ടത്രേ. കിടക്കാൻ വേണ്ടി പോയാൽ പോലും വുളൂ ഉണ്ടായാൽ അത് പ്രധാനപ്പെട്ട ഒരു അമലാണ്. മൂന്നാമത്തൊരു കാര്യം, സയ്യിദനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശ ലോകത്ത് വെച്ച് ഡയറക്റ്റ് കണ്ടു, സലാം പറഞ്ഞു. ഉമ്മത്തിനോട് എന്റെ സലാം പറയണമെന്ന് പറഞ്ഞിട്ട് സലാം പറഞ്ഞു വിട്ടു നമ്മളോട്. അത്ര സ്നേഹത്തോടെ മഹബത്തോടെ പറയുന്നുണ്ട്, ഉമ്മത്തികൾക്ക് ഞാൻ ഒരു ദിക്ർ പറഞ്ഞുതരാം, ഒരു ഗിഫ്റ്റ് തരാം. ആ ഗിഫ്റ്റ് കൊണ്ടുപോയിട്ട് നബിയെ അങ്ങയുടെ ഉമ്മത്തികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്താ ഗിഫ്റ്റ്? ആ ഗിഫ്റ്റ് മറ്റൊന്നുമല്ല, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ആ പരിശുദ്ധമായ വചനമാണ്. അതോടൊപ്പം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ പരിശുദ്ധമായ വചനമാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കായി കൊടുത്തയക്കുന്നത്. എന്താ അതിന്റെ പ്രതിഫലം? അഹബ്ബുൽ കലാമി ഇലല്ലാഹി തആല അർബഉ. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ 4 വാക്കാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അതോടൊപ്പം ഒന്നുകൂടെ ചേർക്കുന്നു, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. അത് സ്വർഗ്ഗത്തിന്റെ കെൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ നിധിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് പെരുന്നാളിനാണ്. ആ പെരുന്നാൾ നിസ്കാരത്തിൽ ചൊല്ലേണ്ട തസ്ബീഹ് ഈ തസ്ബീഹാണ്. വല്ലാത്ത പോലീശയാണ്. മാത്രമല്ല അഫ്ളലുൽ കലാമി ബഅദൽ ഖുർആനി അർബഉ. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ളലായ വാക്ക് 4 വാക്കാണ്. അത് മുഴുവനും ഖുർആനുമാണ് താനും. വളരെ ചിന്തിക്കണം. അത് യഥാർത്ഥത്തിൽ ഖുർആൻ ഓതാൻ പറ്റാത്ത ഉമ്മമാരുണ്ടാവും ഈ രാവിലെ. പക്ഷേ ഖുർആനിന്റെ അംശം തന്നെ എന്ന ഖുർആനല്ല. ഈ ദിക്റിന്റെ ഒരു നിയ്യത്ത് ചൊല്ലിയാൽ ആ കൂലി കിട്ടു. തീർച്ചയായും കൂലി കുറയൂല. അപ്പോ ഏറ്റവും പ്രഗത്ഭമായി ഈ 4 വാക്കുകൾ ഉൾപ്പെട്ടിട്ടുള്ള ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അതുകൂടെ ചേരുമ്പോൾ അൽഹംദുലില്ലാഹ് ഈ ഒരു ദിക്ർ ആത്മാർത്ഥമായിട്ട് ഇന്നത്തെ രാവിലെ നമുക്ക് ചൊല്ലാൻ. ഒരെണ്ണം ചെല്ലുമ്പോൾ സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി ഒരു വൃക്ഷം അല്ലാഹു നട്ടുപിടിപ്പിക്കും. 3 എണ്ണം ചെല്ലിയാൽ 100 വൃക്ഷം. നാളെ കുറെ ആളുകൾ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ വലിയ വലിയ തോട്ടങ്ങൾ കാണാം, എസ്റ്റേറ്റുകൾ കാണാം. ഇത് ആരുടേന്നാണ് ചോദിക്കുമ്പോൾ ഈ ലോകത്ത് ഈ തസ്ബീഹ് ധാരാളം ആളുകളാണ്. പ്രത്യേകിച്ച് അത് ഈ കേറി വരുന്ന റജബ് 27 രാവിലെ സമ്മാനം കിട്ടിയതാണ്. അപ്പോൾ പ്രത്യേകം നമ്മളത് പരിഗണിച്ച് ഓതുന്നത് നല്ലതാണ്. പ്രത്യേകം നമ്മൾ ഉസ്താദുമാരൊക്കെ അത് പ്രത്യേകം പറയാറുണ്ട്, ഓതാറുണ്ട്. അതിന് വല്ലാത്ത കൂലി പ്രിയപ്പെട്ടവരെ ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് ഈ രാവിലെ ചൊല്ലുന്നവർക്ക് ഈമാൻ സലാമത്താകുമെന്ന് പറയുന്നുണ്ട്, സ്വർഗ്ഗപ്രവേശനം കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു വാക്കാണ് ഈ തസ്ബീഹ് കഴിയുന്നിടത്തോളം നമ്മൾ അധികരിപ്പിക്കുക. മറ്റൊരു 4മത്തൊരു കാര്യമാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ഈ ദുആ പ്രത്യേകം ദുആക്ക് ഇജാബത്തുണ്ട്. അപ്പൊ ഈ ദുആ ഏറ്റവും മസ്റ്റാണ്. റജബിനും ശഅബാനിലും ബറക്കത്ത് വേണം. റജബ് വിട പറയാൻ പോവാ, 27 രാവായി, ഇനിയും ബറക്കത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നശിച്ചു, പരാജയപ്പെട്ടു. അപ്പൊ റജബിനെയും ശഅബാനിനും ബറക്കത്ത് വേണം. റമളാനിലേക്ക് ആഫിയത്തോടെ എത്തണം, അമൽ ചെയ്യാൻ. ഈ ദുആ നമ്മൾ കഴിയുന്നിടത്തോളം ചൊല്ലാം, കഴിയുന്നിടത്തോളം ദ്വാരക്കുക. അതേപോലെ തന്നെ 5മത്തൊരു കാര്യം, അല്ലാഹുമ്മ ഗ്ഫിർലി വറഹംനി വതുബ് അലയ്യ. പരിശുദ്ധമായ റജബ് എല്ലാ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ചൊല്ലേണ്ടതാണ്. ഈ രാവിലും നമ്മൾ പ്രത്യേകം മറക്കാതെ ചൊല്ലണം. അത് ചൊല്ലുന്നവരുടെ ശരീരം നരകത്തിന് ഹറാമാണ്. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. 6മത്തൊരു കാര്യം, പകലി നമുക്ക് നോമ്പാണ്. ഇപ്പൊ രാത്രി തന്നെ നിയ്യത്ത് ചെയ്യുക. പരിശുദ്ധമായ റജബ് 27 നോമ്പ് അല്ലെങ്കിൽ മിഅ്റാജിന്റെ നോമ്പ് പിടിക്കാൻ ഞാൻ കരുതിയിരിക്കുന്നു പഠിച്ചോണ്ട് നിയ്യത്ത് ചെയ്യുക. റജബ് 27 നോമ്പ് സുന്നത്താക്കപ്പെടുമെന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റജബ് 27 സുന്നത്ത് നോമ്പ് കരുതാവുന്നതാണ്. ഒന്നുകൂടെ ഫർള് ഖളാവിട്ടാനുള്ള ആൾക്ക് എന്റെ ഇന്ന നോമ്പ് ഞാൻ ഫർള് ഖളാവിട്ടാൻ ഉദ്ദേശിച്ചു, അതോടൊപ്പം റജബ് 27 മിഅ്റാജിന്റെയും നിയ്യത്ത് ചെയ്യുക. ഈ നോമ്പിന് വല്ലാത്ത കൂലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടൊരു ഓഫർ ചെയ്യുന്നത്. ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ 1000 വർഷത്തെ നോമ്പിന്റെ കൂലി കിട്ടും എന്ന് ഒരു ഉത്തരണിയാണ്. റജബ് 27 പകലിൽ നമ്മൾ ഒരു നോമ്പ് പിടിച്ചു കൊടുത്താൽ 1000 കൊല്ലത്തെ നോമ്പിന്റെ കൂലി കിട്ടും എന്ന് മാത്രമല്ല, ഇന്നഫിൽ ജന്നത്തി നഹറ, സ്വർഗ്ഗത്തിൽ ഒരു മനോഹരമായ നദിയുണ്ട്. അത് പാലിനേക്കാൾ വെളുപ്പാണ്, തേനിനേക്കാൾ മധുരവും ടേസ്റ്റുമാണ്. ആ നദിയുടെ പേരെന്താ? തുഖാനുലഹ റജബ്. റജബ് എന്നാണ് ആ നദിയുടെ പേര്. ആ നദിയിൽ നിന്നും അല്ലാഹു ആർക്കാ വെള്ളം കൊടുക്കുക? റജബിൽ നോമ്പുകാരായ ആളുകൾക്കാണ്. അപ്പോ റജബ് മാസത്തിൽ
സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം സ്പെഷ്യൽ കുടിക്കാൻ വേണ്ടി സ്വർഗത്തിലൊരു മനോഹരമായ നദിയുണ്ട്. ഒരു നോമ്പ് പിടിച്ചു കൊടുത്താൽ കിട്ടുന്ന കൂലിയാണെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് നോമ്പ് സുന്നത്തുള്ള 27ന്റെ പകൽ നമ്മുടെ നോമ്പുകാരായ വല്ലാത്ത കൂലിയാണ്. മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ സ്വാമ യൗമൻ മിൻ റജബിൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹ്. അല്ലാഹുവിന്റെ കൂലി മോഹിച്ചു വേറൊന്നും എല്ലാവരും പിടിക്കാണ്, ഞാനും പിടിക്കാണ്, അങ്ങനെയല്ല. പടച്ചോന്റെ കൂലി മോഹിച്ചുകൊണ്ട് റജബിൽ ഒരാൾ നോമ്പുകാരനോ നോമ്പുകാരിയുമായാൽ ദഖലൽ ജന്ന, അക്കാരണം കൊണ്ട് അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു ഹദീസ്, മൻ സാമ യൗമ സബഇൻ വഇശ്രീന മിൻ റജബിൻ, റജബ് 27ന്റെ പകൽ ഒരാൾ നോമ്പുകാരനോ നോമ്പുകാരിയോ ആയാൽ കതബല്ലാഹു ലഹു സിയാമ 60 ശഹറ, 60 മാസം നിത്യമായിട്ട് നോമ്പ് പിടിച്ച കൂടി അല്ലാഹു നൽകുമെന്ന് പുണ്യനബി പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് ഇമാം ഗസാലി തങ്ങൾ തന്റെ ഇഹ്യായിൽ രേഖപ്പെടുത്തിയിരുന്ന പ്രഗൽഭമായ ഹദീസാണ്. അപ്പോ 60 മാസം എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തെ നോമ്പിന്റെ കൂലി കിട്ടാൻ പോകുന്നത് അത്രയുടെ പോഴ്ചയാണ് ഈ നോമ്പിന്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റിളുവാൻ കിട്ടും. സ്വർഗത്തിനേക്കാൾ വലുതാണ് അല്ലാഹുവിന്റെ റിളുവാൻ, പടച്ചവന്റെ പൊരുത്തം, അത് കിട്ടും. മാത്രമല്ല ജന്നത്തുൽ ഫിർദൗസ് ഏറ്റവും സ്വർഗത്തിന്റെ ഉന്നത ഗ്രേഡാ, അത് കിട്ടും അത്രേ റജബിന്റെ നോമ്പുകാർക്ക്. മാത്രമല്ല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 600 കൊല്ലം ഒരു പാറയിൽ ഇബാദത്തെടുക്കുന്ന ആളെ കണ്ട് അത്ഭുതപ്പെട്ട് ചോദിക്കുന്നുണ്ട് പടച്ചവനോട്, അല്ലാഹുവേ ഇത്രയും കൊല്ലം ഈ പാറയിൽ 600 കൊല്ലം ഇബാദത്തെടുത്ത മനുഷ്യനേക്കാൾ അമൽ ചെയ്യുന്ന വേറൊരാളുണ്ടോ, പോരിശുള്ള ആളുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു മിൻ ഉമ്മത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിൽ ഒരാളുണ്ട്, ആരാത്? റജബിലെ ഒരു രാത്രി പരിഗണിക്കുന്ന ആളുകൾ, ഒരു പകലിൽ നോമ്പുകാരാകുന്നവർക്ക് ഈ കൂലിയേക്കാൾ വലിയ കൂലിയുണ്ട്. അപ്പൊ 600 കൊല്ലത്തെ വിവാദത്തിനേക്കാൾ കൂടുതൽ കൂലി കിട്ടും. എന്ത്? റജബിലെ നോമ്പ് കൊണ്ട്, നന്മ കൊണ്ട്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ, ആമീൻ. മാത്രമല്ല സൗബാൻ റളിയല്ലാഹു തആല അൻഹു കൂടെ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫമറർനാ ബി മഖ്ബറ, സൗബാൻ തങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളൊരു പള്ളിക്കാടിന്റെ കബർസ്ഥാന്റെ അരികിലൂടെ നടന്നുപോയി. അപ്പോ ആ ഖബറി ഭയങ്കരമായ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുക. നബി തങ്ങൾക്ക് വല്ലാത്ത വിഷമായി. നബി തങ്ങൾ അവിടെ നിന്നിട്ട് കരഞ്ഞതുമായിരുന്നു, അല്ലാഹുവേ ഖബറിലെ അദാബ് ലഘൂകരിക്കണേ എന്ന് പറഞ്ഞതുമായിരുന്നു. എന്നിട്ട് അങ്ങനെ നീങ്ങി. അങ്ങനെ സൗബാൻ റളിയല്ലാഹു തആല ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഭയങ്കര ശക്തമായ ശിക്ഷയായിരുന്നു, ഞാൻ ദ്വാരന്നപ്പോൾ കുറച്ച് അളവ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട്, ലൗ സ്വാമഹ ഉലായി മിൻ റജബിൻ, റജബിന്റെ ഒരു സുന്നത്തോമ്പ് ഇവർ എടുത്തിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ഈ ഖബറിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, റാഹത്താകുമായിരുന്നു എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരുപാട് പൂടിശയുള്ള നോമ്പാണ് ഏത്? റജബ് 27ന്റെ നോമ്പ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ചയിലെ നിയത്തിയ ഫർദ് ഖളാ വീട്ടാനുണ്ടെങ്കിൽ ആ നിയത്തും കൂടെ ചെയ്യാം. നിയത്ത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ മിഅ്റാജിന്റെ സുന്നത്ത് നോമ്പ്, അല്ലെങ്കിൽ റജബ് 27 സുന്നത്ത്, രണ്ടും കരുതാവുന്നതാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രാവിന്റെയും പകലിന്റെയും എല്ലാ പൂഴിശയും നമുക്ക് നൽകട്ടെ. പ്രത്യേകിച്ച് ചൊല്ലേണ്ട ദിക്റുകൾ, പ്രത്യേകിച്ച് നമ്മൾ ചൊല്ലേണ്ട ദുആകൾ, അതൊക്കെ പ്രത്യേകം പരിഹരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഹൈറും ബറക്കത്തും നമുക്ക് പ്രദാനം ചെയ്യട്ടെ, സലാമത്ത് നൽകട്ടെ. ആ രാവിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു പൊരുത്തപ്പെട്ട അടിയാറുകളിൽ നമുക്ക് അല്ലാഹു ചേർക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.